ചൂണ്ടിക്കാട്ടിയ വിഷയം മാധ്യമപ്രവർത്തകരുടെ, മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഒക്കെ ഫോൺ ചോർത്തുന്നു എന്നതാണ്. മാത്രമല്ല അദ്ദേഹം തന്നെ ഫോൺ ചോർത്തുന്നത് ഗവർണർ ഈ കാലത്ത് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഫോൺ ചോർത്തൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനമല്ലേ? അതിനോടെന്താ മുന്നണിയുടെ സമീപനം? ഫോൺ ചോർത്തതിനോട് ഒരു തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഫോൺ ചോർത്താൻ പാടില്ല എന്നാണ്. ആര് ചെയ്താലും തെറ്റാണത്. അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്ക് ആർക്കുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും. ഫോൺ ചോർത്തൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അന്വേഷിക്കും. അൻവർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും അന്വേഷിക്കാൻ പോകുന്നു. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യും. നമുക്കത് എന്തായാലും നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവേണ്ട ആളുകളല്ലേ, നമുക്ക് ഇനിയും കാണാമല്ലോ. കഴിയും. അൻവർ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അൻവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കട്ടെ. അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല. ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോടും ഉന്നയിക്കില്ല. അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. ഒരു പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞു, അതിനെ വരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം. അത്തരം ഒരു നിലപാട് എടുത്തിട്ട് പോലല്ലേ ശരി? അങ്ങക്ക് തോന്നില്ലേ? നിങ്ങൾ ഈ അൻവറിനൊന്നും വെറുതെ കുഴപ്പത്തിലാക്കല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുന്നണിയിൽ CPM മെമ്പറല്ല അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാട് അയാൾ എടുക്കുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. ഇപ്പൊ ഇത്രയും അത് നമുക്ക് പിന്നെ പറയാം. എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കിയിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാം. നോക്കട്ടെ. നമ്മളാലോചനയിലും എല്ലാ വിഷയവും നമുക്ക് അങ്ങനെ തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സ്വകാര്യത ഉണ്ടാകില്ലേ? അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം പറയാം. നിങ്ങളൊന്ന് സഹകരിക്കുക. കൂടുതൽ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാതിരിക്കുക. അല്ല, ചോദിക്കുന്നുണ്ട് ബുദ്ധിമുട്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ നിയന്ത്രിക്കാൻ ഞാനില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചുള്ളത്. നിങ്ങൾ ഒരു ചോദ്യത്തിനോടും എനിക്ക് ഒരു പ്രയാസവും, എനിക്കൊരു നിയന്ത്രണവും ഇല്ല. നിങ്ങളെ ചോദ്യം എനിക്ക് സ്വന്തമായ ചില നിയന്ത്രണങ്ങൾ എനിക്കുണ്ട്. അത് മനസ്സിലായി.